കൂട്ടത്തിൽ പെടാത്തത് ഏത്? അതായത് പിക്ക് അപ്പ് ദ ഓഡ് വൺ. ഇതിലെ ഓരോ ഫ്രാക്ഷനെയും നമുക്ക് എടുത്ത് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് ചെറുതാക്കി നോക്കാം. ഒന്നാമത്തത് 44/77. ഇവിടെ 44ഉം 77ഉം 11ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഇതിനെ ചെറുതാക്കാനായിട്ട് നമുക്ക് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 44നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 കിട്ടും. 77നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7 കിട്ടും. അപ്പോൾ ഇതിന്റെ ആൻസർ 4/7 എന്ന് കിട്ടും. അടുത്ത ഫ്രാക്ഷൻ 32/56. ഇത് രണ്ടും 8ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഇതിനെ ചെറുതാക്കാനായിട്ട് നമുക്ക് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എത്ര ആൻസർ കിട്ടുക? 4/7 എന്ന് തന്നെ കിട്ടും. അടുത്തത് 28/49. ഇത് രണ്ടും 7ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇതിനെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 4/7 എന്ന് തന്നെ കിട്ടുന്നു. അടുത്തത് 30/35. 30ഉം 35ഉം 5ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് എത്ര ചെയ്യാം? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടുക? 6/7 എന്ന് കിട്ടുന്നു. അപ്പോൾ ഇവിടെ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ആദ്യത്തെ 3 എണ്ണവും 4/7 ആണ്. അപ്പോൾ അവസാനത്തെ 30/35 ആണ് കൂട്ടത്തിൽ പെടാത്തത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 30/35 ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഫൈൻഡ് ദ വാല്യൂ ഓഫ് 1 + 1/2 × 1 - 1/2 × 1 + 1/3 × 1 - 1/3 × 1 + 1/4 × 1 - 1/4. ഇത് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്ന ഒരു ചോദ്യമാണ്. അപ്പം 1 + 1/2 എന്ന് പറയുന്നത് 1 and 1/2 ആണ്. 1 and 1/2 എന്ന് പറയുന്നത് 3/2 ആണ്. 1 - 1/2 എന്ന് പറയുന്നത് 2/2 - 1/2 ആണ്. 2/2 - 1/2 എന്ന് പറയുന്നത് 1/2 തന്നെയാണ്, അല്ലേ? 1 + 1/3 എന്ന് പറയുന്നത് 1 and 1/3 ആണ്. 1 and 1/3 എന്ന് പറയുന്നതോ 4/3 ആണ്. 1 - 1/3 എന്ന് പറയുന്നത് 3/3 - 1/3 ആണ്. 3/3 - 1/3 എന്ന് പറയുന്നത് 2/3 ആണ്. 1 + 1/4 എന്ന് പറയുന്നത് 1 and 1/4 ആണ്. 1 and 1/4 എന്ന് പറയുന്നത് 5/4 ആണ്. 1 - 1/4 എന്ന് പറയുന്നത് 4/4 - 1/4 ആണ്. 4/4 - 1/4 എന്ന് പറയുന്നത് 3/4 ആണ്. ഇനി നോക്കിക്കേ, ഈ 3/2ഉം 2/3ഉം 3/2 × 2/3 എന്ന് പറയുന്നത് 6/6 ആണല്ലോ. 6/6 എന്ന് പറയുന്നത് 1 ആണ്. അതുപോലെ 4/3 × 3/4 അതെന്ന് പറയുന്നത് എന്താണ്? 12/12 ആണ്. 12/12 എന്ന് പറയുന്നത് 1 ആണ്. പിന്നെ ബാക്കിയുള്ളത് ഏതാ വരുന്നത്? 1/2 1/2 × 5/4. അപ്പോൾ അത് മാത്രം നമുക്ക് ഇൻറ്റു ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കുന്നത് 1/2 × 5/4. 1/2 × 5/4 എത്രയാണ്? 1 × 5 5, 2 × 4 8, that is 5/8. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 5/8 ആണ്. ഓക്കെ.